ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇടുന്നത്. വേറെ ഒന്നുമല്ല, ഞാൻ ഈ ഒരു സംഭവം വീണ്ടും തുടങ്ങണ്ടേ വിചാരിച്ചാണ്ട് ഇടുകയാണ്. കാരണം ഇതിന് മുമ്പ് ഞാൻ ഒരുപാട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്തതാണ്. അതൊക്കെ പാളിപ്പോയതുകൊണ്ട് പിന്നെ അവിടെ നിർത്തി വെച്ചു. ഒന്നും നമുക്ക് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് സംഭവം മടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ മടുത്ത് നിർത്തിയതേനു. പിന്നെ നമ്മളെ ചാനലിൽ എന്തെങ്കിലുമൊക്കെ ഇടണം, ഇല്ലെങ്കിൽ പിന്നെ കട്ടായെന്നോ യൂട്യൂബ് മാമൻ പറഞ്ഞതുകൊണ്ട് മാത്രം വീണ്ടും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഇടാമെന്നൊക്കെ വിചാരിച്ചാണ് വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവരും പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇന്ന് ഞാൻ നമ്മൾ കുറച്ച് രാവിലത്തെ വിശേഷവും അതുപോലെ ചോറും കഞ്ഞിയൊക്കെ വെച്ച വിശേഷങ്ങളായിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഞാൻ രാവിലെ എണീച്ചു. പിന്നെ ഫസ്റ്റ് തന്നെ ഞാൻ ആ കുടുക്കിയിലിട്ട് കുത്തി കലക്കിയത് ഇന്നലത്തെ നെയ്യപ്പത്തിൻ്റെ മാവ് ബാക്കി വന്നിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ അത് ഞാൻ തണുപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചതാണ്. പിന്നെ അതാ ഞാൻ ഫസ്റ്റ് നമ്മൾ ചൂടുവെള്ളമാണ് നമ്മൾ അടുപ്പത്ത് വെക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം വെണ്ണീര് മാറ്റണം. അത് മാറ്റിയിട്ടാണ് ഞാൻ കത്തിച്ചിട്ട് ആദ്യം അടുപ്പത്ത് വെക്കുന്നത് ചൂടുവെള്ളമാണ്. ഇവിടെ എല്ലാവരും ചൂടുവെള്ളമാണ് കുടിക്കുക. നമ്മൾ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഞാൻ തീ മണ്ണെണ്ണ ഒഴിച്ചൊന്നല്ല കേട്ടോ, ഞാൻ പ്ലാസ്റ്റിക് കവർ അല്ലെങ്കിൽ പേപ്പർ, ഓലക്കൊടി അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ തീ കത്തിക്കുക. പിന്നെ എല്ലാവരും ആലുവാടുപ്പായിട്ട് കത്തൂലേ എന്നുള്ള പേടിയൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ അടുപ്പാൽ ഉഷാറായിട്ട് കത്തും. അപ്പോൾ ഞാൻ ആദ്യത്തെ സ്റ്റെപ്പിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അടുക്കളയിൽ വന്നിട്ട് ഫസ്റ്റ് നമ്മൾ അടുപ്പത്ത് ഇതാണ് കേട്ടോ വെക്കുക. പിന്നെ ഞാൻ അർജൻറ്റുള്ള ദിവസങ്ങളിൽ മാത്രമേ ഞാൻ ആദ്യം ഫസ്റ്റ് ചായക്കടി ഉണ്ടാക്കുകയുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ എണീക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ അടുപ്പത്തിൽ ഇത് തന്നെയാണ്. പിന്നെ നമ്മൾ ഈ ഒരു അടുപ്പിൽ ചെറിയൊരു മങ്കുടുക്കിയിൽ വെള്ളം വെക്കണുണ്ട്. അപ്പോൾ നമ്മൾ പുകയൊക്കെ മുകൾക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ചായക്കടി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്നലത്തെ ബീഫ് കറി ഉണ്ട്. ഇതിലേക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ ഫസ്റ്റ് ചെയ്യണത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടും ബീഫ് കറിയാണ്. അപ്പോൾ അത് ഞാൻ പുട്ടുണ്ടാക്കുന്നത് പുട്ടുപൊടി കൊണ്ടല്ല, അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ സാദാ അരി ഉണ്ടല്ലോ, അത് പൊടിച്ചതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഈ അരി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്, അതിൻ്റെ പച്ചച്ചുവ മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഈ പച്ചച്ചുവ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ചെമ്പട്ടിത്തെ വെള്ളമൊക്കെ ഒന്ന് തുടച്ചിട്ട് അതിൽ ഇട്ടിട്ടൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വെള്ളം തുടച്ചെടുക്കുന്നത്. വെള്ളം ഉണ്ടായാൽ പിന്നെ അത് പൊടി ഒട്ടിപ്പിടിച്ചും പിന്നെ കിട്ടൂല, അതിൽ ടൈറ്റായി നിൽക്കും. അപ്പോൾ ഞാൻ പൊടിയൊക്കെ അളന്നെടുത്തിട്ട് നമ്മൾ ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതിട്ടോ, ഒന്നും മാറാൻ നിൽക്കണ്ട. അപ്പം അതിന് ശേഷം നമ്മളത് ചൂടാറാൻ വെക്കണം. എന്നിട്ടാണ് നമുക്കൊന്ന് പുട്ടിന് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഇനി ആ സമയം നമുക്കിനി അല്ലാത്ത പണികൾ നോക്കുകയാണ്. ഉച്ചയ്ക്കുള്ളത് നോക്കണം. പിന്നെ നമുക്കിന്ന് ഉച്ചയ്ക്ക് ഞാൻ വിചാരിക്കുന്നത് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അതിന് കോഴി ഞാൻ ഇവിടെ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുപ്പത്ത് ഞാൻ മാറ്റി വെച്ചത് എന്താ വെച്ചാൽ കൊടുക്കുക നമ്മൾ കാറ്റ് ഉള്ളിലേക്കാണ് വരുന്നത് കുഴലിൽ നിന്ന്. ഇത് കുഴലടുപ്പാണല്ലോ. അപ്പോൾ ഇനി ആ കുടുക്ക മാറ്റി വെക്കണം, എന്നാലേ തീ ഉള്ളിലേക്ക് പോവുള്ളൂ. മറ്റേ പുറത്തേക്ക് ഇങ്ങനെ പാളി വരികയാണ്. അത് ജസ്റ്റ് ഈ ഒരു സമയത്തുണ്ടാണ് കേട്ടോ. ഈ കാറ്റിൻ്റെ ദിശക്ക് ഇങ്ങനെ അനുസരിച്ച് ഒരു 5-10 മിനിറ്റ് ഉണ്ടാവും, പിന്നെ അത് ശരിയാവും കേട്ടോ. അപ്പോൾ അതാണ് അങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് ഉച്ചയ്ക്ക് കുറച്ച് ഇവിടെ ഫ്രീ ആണ്. നമ്മളെ ആ പൊടി ഒന്ന് ചൂടാറണം, എന്നാലും നമുക്ക് അതിന് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. സൺഡേ ആണ് കേട്ടോ ഞാനിത് വീഡിയോ എടുക്കുന്നത്. സൺഡേ ആണെങ്കിലും നിങ്ങളെ മുമ്പിൽ തന്നെ വരുമെന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ കാര്യം എങ്ങനെയാണ്, ഇങ്ങനെ ഭയങ്കര മടിയാണ്. ഒന്നും നമുക്ക് ഇട്ടിട്ട് കാര്യമില്ല എന്നറിയാം യൂട്യൂബിൽ. അപ്പോൾ നമ്മൾ അത്ര അർജൻറ്റ് കുട്ടിയൊന്നും ഞാൻ ഇടൂല. ഞാൻ വീഡിയോ എടുത്തേക്കും, എനിക്ക് എപ്പോഴാണോ ഒഴിവ് അതിനനുസരിച്ച് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ട് യൂട്യൂബിലൂടെ അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം ഞായറാഴ്ചയാണ്. കുട്ടികൾക്ക് സ്കൂൾ മദ്രസൊന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് സ്പെഷ്യൽ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ അതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിന് ശേഷം പുട്ട് അവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് എന്താ അവിടെ പുട്ടും തൂക്ക് മോറാണ് കേട്ടോ. ഇത് സ്റ്റീലിൻ്റെ പുട്ടും തൂക്കായതുകൊണ്ട് തന്നെ നമ്മളിത് ഗ്യാസിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഗ്യാസിൻ്റെ ചൂട് എറിയാണ്ട് പുട്ടും തൂക്കിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ചൂടുവെള്ളം അടുപ്പത്തുണ്ടായതുകൊണ്ട് പെട്ടെന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളമൊക്കെ അടുപ്പത്ത് നിന്ന് തന്നെ അതിക്ക് തൂക്കക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം പുട്ടുണ്ടാക്കാൻ തേങ്ങ ഇടണം, പിന്നെ പുട്ടുപൊടി ഇടണം, പിന്നെയും തേങ്ങ ഇടണം, പുട്ടിടണം. അങ്ങനെ തന്നെയാണ് പുട്ടുണ്ടാക്കുക, എല്ലാവർക്കും അറിയണതാണ്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നില്ല. പിന്നെ ആവി വന്നാൽ നമുക്കത് വാങ്ങി വെക്കാം. അങ്ങനെ പുട്ട് നമ്മൾ ചുടൽ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മളെ ചൂടുവെള്ളം അവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കുകയാണ് ചെയ്യണത് കേട്ടോ. അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കും.
ഇനി എന്താണോ നെക്സ്റ്റ് അടുപ്പത്ത് വെക്കാനുള്ളത് അത് വെക്കും. ഞാനിവിടെ ഇനി അടുപ്പത്ത് ഇപ്പം അടുത്തൊന്നും വെക്കാനില്ല, കാരണം ബിരിയാണി ആണല്ലോ. അപ്പോൾ പിന്നെ ഇപ്പം തന്നെ ചോറിനൊന്നും വെള്ളം വെക്കേണ്ട ആവശ്യമില്ല. കാരണം നെയ്യപ്പം ചൂടാ വിചാരിച്ച്. നെയ്യപ്പം വൈകുന്നേരത്തേക്കുള്ള നെയ്യപ്പമാണ്. അത് ഇന്നലത്തെ ഞാനിങ്ങനെ തന്നെയാണ്, മാവൊക്കെ കൂട്ടുമ്പോൾ കുറച്ച് അധികം കൂട്ടിയിട്ട് 2 ദിവസത്തിനൊക്കെ ഇങ്ങനെ ആക്കി വെക്കാട്ടോ ചെയ്യൽ. അപ്പോൾ നെയ്യപ്പത്തിൻ്റെ മാവ് ഞാൻ പുറത്ത് വെച്ചിരിക്കണമല്ലോ പിടിച്ചിട്ട്, അപ്പോൾ അതൊക്കെ തണുത്ത് വന്നിക്കണം. അപ്പോൾ ഇനി അത് ചുട്ടെടുക്കണം. പിന്നെ നമ്മൾ വൈകുന്നേരത്തിന് വേറെ പണിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഏതായാലും അടുപ്പ് ഒഴിഞ്ഞ് കിടക്കുകയും ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടായിക്കണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒഴിച്ചതാണ്, പക്ഷേ ചൂടായിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച ആ സമയം കൊണ്ട് ഇവിടെ കോഴി ഞാനിവിടെ തണുക്കാൻ വെച്ച് കഴിഞ്ഞാലോ, അതാ ഐസൊക്കെ പോകാൻ വേണ്ടിയിട്ട് അത് കഴുകിയിട്ട് മസാല കൂട്ടി വെക്കാൻ വിചാരിച്ചു. അങ്ങനെ അത് മസാല കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ എണ്ണയുടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ഒഴിച്ചതൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിവിടെ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നിയത് ചൂടാൽ കുറച്ച് ഓവറായിക്കണമെന്ന്. അപ്പോൾ നന്നായിട്ട് എന്തൊക്കെയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറക്കാമെന്ന്. അപ്പോൾ ഫ്ലെയിം കുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം അതിൻ്റെ ഒരു വിറക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ചൂടൊക്കെ ഒന്ന് ലെവലായ ശേഷം വീണ്ടും ചുട്ടെടുത്തു. അപ്പോൾ പിന്നെ അടിപൊളിയായിട്ട് വന്ന് നമ്മളെ നെയ്യപ്പം. അപ്പോൾ അങ്ങനെ ഫുള്ള് നമ്മൾ ചുട്ടെടുത്തു. അങ്ങനെ ആ നെയ്യപ്പം നമുക്ക് വൈകുന്നേരം വരെ തിന്നാണ്ടായിരുന്നു. പിന്നെ ഞാൻ നെയ്യപ്പൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് ഓയിൽ ബാക്കി വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി അതിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഞാൻ കോഴി പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ഹാഫ് വേവിലാണ് ആദ്യം ചിക്കൻ പൊരിച്ചെടുക്കുക, എന്നിട്ട് ബിരിയാണി ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കുറേശ്ശെയാണ് കേട്ടോ കോഴി പൊരിച്ചെടുക്കുന്നത്. പിന്നെ അധികം ഓയിലൊന്നും അങ്ങനെ ഒഴിച്ചണ്ടല്ലോ, എന്നാലും അങ്ങനെയാണെങ്കിൽ കേടല്ലേ. അങ്ങനെ നെയ്യപ്പം ഞാനൊരു പാത്രത്തിലാക്കി മൂടി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അതാ പുട്ടും ഇറച്ചിക്കറിയും കട്ടൻ ചായ എടുത്തിട്ടുണ്ട്. കുടിച്ച ശേഷം ഞാൻ റൂമൊക്കെ ഒന്ന് സെറ്റാക്കി, നമ്മൾ ബെഡൊക്കെ ഒന്ന് വിരിച്ച് വന്നിട്ടുണ്ട്. അതിന് ശേഷം വീണ്ടും ഞാൻ അടുക്കളപ്പണി പൗസാക്കി വെച്ചത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. ഇടയ്ക്ക് അങ്ങനെയാണ് കേട്ടോ. ഞാൻ വെറും അടുക്കളയിൽ നിന്നാൽ ശരിയാവില്ല, കുട്ടികളെ കാര്യം വേണ്ട നോക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ വീണ്ടും വന്നിട്ട് ഉള്ളിലേക്ക് ഒന്ന് അരിയലൊടുങ്ങാണ്. നമ്മൾ കോഴി പൊരിച്ചതിന് ശേഷം ഞാൻ അവിടെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് തിളപ്പിച്ചൂറ്റാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെന്ത് വരുന്നത് വരെ നമുക്ക് ഇനി അതിന് ശേഷം വേണം ഉള്ളിയൊക്കെ വാട്ടിയെടുക്കാൻ. എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ആ കോഴി പൊരിച്ചതിന് ശേഷം തന്നെ ഉള്ളിയൊക്കെ വാട്ടിയെടുത്താൽ മതി. പക്ഷെ ഞാൻ ആ സമയം വേറെ പണിക്ക് പോയി, അതുകൊണ്ട് അത് നടന്നില്ല. ഞാൻ അവിടെ ചീനച്ചട്ടി മാറ്റി വെച്ചിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു സവാളകളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. എന്നിട്ട് വീണ്ടും ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വീണ്ടും പണി തന്നെ. നമുക്ക് എങ്ങനെയൊക്കെ പണിയെടുക്കണം, എങ്ങനെയൊക്കെ ബിരിയാണി ഉണ്ടാക്കണം. ഇങ്ങനെ ബിരിയാണിക്ക് ഇങ്ങനെ ഘട്ടം ഫസ്റ്റ് അത് ചെയ്യുക, ഫസ്റ്റ് സെക്കൻഡ് അത് ചെയ്യുക, അങ്ങനത്തെ ഒന്നുമില്ല. എനിക്ക് ചിലപ്പോൾ ഞാൻ ഉള്ളി അരിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് മസാല ഉണ്ടാക്കിയിട്ടേ, കാരണം ചിലപ്പോൾ നമ്മൾ ചോറിന് വെള്ളം വെക്കൽ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഫസ്റ്റ് ചോറിന് വെള്ളം വെച്ചിട്ടാണ് മസാലക്കുള്ള ഉള്ളി വരെ അരിയണത്. അപ്പോൾ അങ്ങനെ എനിക്ക് ഏതായാലും ഒരു ഉച്ചയാകുമ്പോഴത്തേന് ചോറായാൽ മതി കുട്ടികൾക്കും. അതിപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യണമെന്നില്ല. അതിനിപ്പോൾ എനിക്ക് തോന്നിയും അത് ചെയ്താൽ ലാസ്റ്റ് എങ്ങനെയായാലും ബിരിയാണി കുട്ടികൾക്കായാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചോറ് ഇവിടെ തിളക്കൽ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഞാനെല്ലാം കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ തിളപ്പിച്ച് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ ചോറ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് തക്കാളി ഇട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് അങ്ങനെ മസാലയൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ മല്ലിച്ചപ്പും പുതിനയും ഇവിടെ അരിയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ പാത്രമൊക്കെ കഴുകാൻ അവിടെ ഒരുപാടുണ്ട് കേട്ടോ. അതൊക്കെ ഇനി ലാസ്റ്റ് ഒന്നായിട്ട് മോറഡ് ചെയ്യും നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ബിരിയാണി ദം വന്നിട്ടില്ല. ഈ സമയം ഞാനൊരു 10-11 മണി ആ ടൈം ആയപ്പോൾ ഇതൊക്കെ സെറ്റായിക്കും കേട്ടോ. ഞാനിത് നമ്മൾ ചോറ് ദമ്മിട്ടിട്ട് പൊട്ടിച്ചാൽ അവിടെ ഞാൻ വെള്ളം വറ്റാൻ വെച്ചതാണ് കേട്ടോ ആ ചൂടടുപ്പത്ത്. പിന്നെ കോഴി മസാലയൊക്കെ അതിലിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോറൊക്കെ ഞാൻ ഏതായാലും ഒരു 12 മണി കഴിയാതെ ഇത് ഞാൻ ദമ്മിടൂല, അല്ലെങ്കിൽ പിന്നെ വേവ് ഓവറാവും. നമ്മളെ ക്ലീനിങ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വീണ്ടും അകത്തെ ക്ലീനിങ് കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ പൂള കൊണ്ട് ഒരു സംഭവം ഉണ്ടാക്കാൻ പോകുന്നുണ്ട് കേട്ടോ. പൂള കൊണ്ട് സംഭവം വെച്ചാൽ ഇത് ഉണക്കിയെടുത്തിട്ട് പൊരിച്ചുന്ന സംഭവമുണ്ട്. അതെന്ത് സംഭവം എന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ ഈ ഒരു പൂള നന്നാക്കി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ നമ്മളൊന്ന് വേവിച്ചെടുക്കും. ജസ്റ്റ് ഒരു ചൂട് ഓവറായാൽ ഒന്നിനും പറ്റില്ല കേട്ടോ വേവ്. എന്നിട്ട് നമ്മളിത് ചെറുതാക്കി അരിഞ്ഞിട്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ട് പൊരിച്ചെടുക്കുകയാണ്. എനിക്കടുത്ത് ചേച്ചി പറഞ്ഞതാണ്. അപ്പോൾ എന്താകുമെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണ്. ഞാൻ പുളിയും തിളപ്പിച്ചിട്ട് അവിടെ ചൂടാറാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ അകത്തെ പണികളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ദമ്മിടാൻ പോവാണ്. അപ്പോൾ നമ്മൾ മസാല എല്ലാ പൊടി ഐറ്റംസൊക്കെ ഇട്ട് പിന്നെ ഞാൻ ഇവിടെ നോക്കിയപ്പോൾ തൈരൊക്കെ കേടന്ന് നിൽക്കണം. അപ്പോൾ ഞാൻ തൈരിൻ്റെ പകരം ഇവിടെ എടുക്കുന്നത് ഞാൻ സുർക്കയാണ് കേട്ടോ. അപ്പോൾ ചെറിയ പുളിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതാണ് ഒഴിച്ച് കൊടുക്കുന്നത്.
അപ്പോൾ പിന്നെ ഞാൻ ഒരു വാഴൻ്റെ ഇല വാട്ടിയെടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ വെക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മളെ പരിപാടികളൊക്കെ. അങ്ങനെ ചോറ് എല്ലാം ദമ്മിട്ടിട്ട് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ തന്നെ നമ്മളെ അടുപ്പത്ത് തീ കഴിഞ്ഞുകൊണ്ട് ഞാൻ ദമ്മിട്ടത് ഗ്യാസ്മേലാണ്. പിന്നെ അത് ഉച്ചയായി ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ചോറൊക്കെ ഞാൻ ദമ്മ് പൊട്ടിച്ച് ഇത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല എന്താ പറയുക, നമ്മളെ ബിരിയാണി ഉഷാറായിട്ട് വന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യും കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ തൈരില്ലാത്തത് കൊണ്ട് ഇതുപോലത്തെ ഒരു സാലഡായിട്ട് ഉണ്ടാക്കിയത്. കക്കരിക്ക, വല്ലുള്ളി, ക്യാരറ്റ് ഇട്ടുകൊണ്ട് കുറച്ച് സുറുക്കിയും അതുപോലെ കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു സാലഡ് ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങളിവിടെ റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഉച്ചക്കത്തെ അടിപൊളിയായിരുന്നു. പിന്നെ വൈകുന്നേരത്തെ ഞാൻ കാണിച്ചിട്ടില്ല, കാരണം നെയ്യപ്പം കട്ടൻ ചായ ആയിരുന്നു. പിന്നെ നമ്മൾ പൂള അവിടെ തണുക്കാൻ വെച്ചത് ഞാനിത് അരിഞ്ഞെടുക്കുന്ന സമയം കേട്ടോളി, രാത്രി 9 മണിക്കാണ് കേട്ടോ. കാരണം ഞാൻ സംഭവം പിന്നെ മറന്നു, ഉച്ചക്കൊന്ന് ഉറങ്ങിയൊക്കെ നീച്ചു. പിന്നെ വൈകുന്നേരം ഞായറാഴ്ചയല്ലേ, ഒന്ന് കറങ്ങിയിട്ടൊക്കെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അടുത്തുള്ള വീട്ടുകൂടിയൊക്കെ കറങ്ങി വന്നു കേട്ടോ. അപ്പോൾ അപ്പോഴത്തേനും ഇങ്ങനെ മരുവാൻ കൊടുത്തു. പിന്നെ അങ്ങനെ അപ്പത്തെ പണി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പേപ്പറിൽ വിരിച്ചേക്കാണ് ചെയ്തത് കേട്ടോ രാത്രി. പിന്നെ അത് പിറ്റേ ദിവസം പകൽ എടുത്തിട്ട് ഞാൻ വെയിലത്ത് വെച്ചേക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പൊരിക്കണ വീഡിയോ വേറെ വീഡിയോയിൽ ഇൻഷാല്ലാ എനിക്ക് പറ്റുകയാണെങ്കിൽ എൻ്റെ മൂടോലെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇത് സംഭവം എന്താ വെച്ചാൽ ഇനി ഇത് ഉണക്കുക, നന്നായിട്ട് ഉണക്കിയിട്ട് ഒരു കുപ്പിയിലിട്ടേക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മളിങ്ങനെ ഇത് പൊരിച്ചെടുക്കാണ്ട് ചെയ്യണത്. നമുക്കൊരു 4 മണിക്കൊക്കെ ചായക്കടിക്കൊക്കെ ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.